ഹായ് ഫ്രണ്ട്സ്, ഡ്രീംന സ്റ്റാർ വീഡിയോ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിതാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പാട്ടൊക്കെ എടുത്തിട്ടാണ് കുളിക്കാൻ പോകുകയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ കുളിക്കാൻ പോവുകയല്ല, കുളിക്കുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പേ ഞാൻ തലയിൽ ഒരു അടിപൊളി സാധനം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ മുടിക്ക് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ചെയ്തു വരുന്ന ഒരു സാധനമാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെന്താന്ന് കാണാല്ലേ. അപ്പോൾ വാ. അപ്പൊ ഇതാണ് സാധനം. അല്ലു സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. ഇതാണ് സാധനം. ഇത് വള്ളിയോട് കൂടി പറിച്ചെടുക്ക കേട്ടോ. ഇതിന്റെ തണ്ടോട് കൂടി ഭയങ്കര വെയിൽ. അപ്പൊ ഇതാ വേരോടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര പോരാ, കുറച്ചുകൂടി വേണം. നമുക്ക് മേലെയും കൂടി ചെന്ന് നോക്കാം കേട്ടോ. കാരണം പണ്ട് ഞാൻ എപ്പോൾ പറിക്കലിതാ ഈ പറമ്പിൽ ഒരു കൊള്ളുണ്ടായിരുന്നു. അവിടെ ഇഷ്ടമാതിരി കൊള്ളുമലാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് കാണുക. അപ്പോൾ കൊള്ളിൻ്റെ മേലെ ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ആ കൊള്ള് JCB വന്ന് മാന്തി. ഇപ്പം അതിമേലൊന്നുമില്ല. അപ്പോൾ കണ്ടത്തിലുള്ള ഓരോരോ സ്ഥലത്ത് ഞാൻ കുറച്ചിച്ച പറിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കൊള്ള്. കണ്ടില്ലേ, മൊത്തം JCB മാന്തി എൻ്റെ താളിയൊക്കെ പോയി. ഇപ്പം ഞാൻ കണ്ടത്തിൽ അലഞ്ഞു തിരിഞ്ഞ് തപ്പി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പറിക്കാൻ പോവാം. താളി പറിച്ചതേനു പാട്ടിയോടെ താഴെ പോയി, പണി കിട്ടിയായി. അപ്പൊ താഴെ വീണ സാധനം എല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി പറിക്കാം. അപ്പൊ ഈ താളീന്റെ ഇല തപ്പി നടക്കുന്ന സമയത്ത് ഇതാ കൊള്ളിന്റെ അടുത്ത് നോക്കിക്കോട്ടോ. ഇതുപോലെയുള്ള കൊള്ളില് ഇങ്ങനെ തൂങ്ങിയിട്ടാണ് ഈ താളി കാണപ്പെടുക. അപ്പൊ നിങ്ങള് ഇങ്ങനത്തെ കൊള്ളുകളിലെല്ലാം തപ്പുക. അപ്പൊ നമ്മൾ ആവശ്യത്തിലുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താളി ഉണ്ടാക്കാൻ പോവാം. ഇനി ഇതാ ഇത് നല്ലോണം കഴുകി എടുക്കണേ. ആദ്യം തന്നെ നമ്മൾ താളി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നല്ലോണം കഴുകി എടുക്കുക. കാരണം ഇതിന്റെ ബേക്കിൽ പൊടികളും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് മാറ്റണം. അപ്പോൾ നന്നായിട്ട് ഇതാ കഴുകി എടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇതാ നന്നായി കല്ലുമല്ലിട്ട് ഉരച്ചെടുക്കേ. എനിക്കിഷ്ടമാണ് ഈ താളി തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പാണ് തലക്ക്. അതുപോലെ തന്നെ നമ്മളെ മുടി വളരാൻ നല്ലോണം സഹായിക്കൂട്ടോ ഇത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല പറിക്കുന്ന സമയത്ത് അതിന്റെ തണ്ട് കൂടി പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കേ. അപ്പൊ കല്ലുമല്ലിട്ട് ഉരച്ചിട്ട് നമുക്കിത് താളിയാക്കി എടുക്കാം. അപ്പൊ താളിയാക്കി എടുത്തിട്ട് കാണാം. പക്ഷെ താളിയല്ലേ ഇത്? എന്റെ അമ്മേ, ഇവിടെ ഇത്രയുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ടാണ് ഈ കണ്ടം മൊത്തം ഞാൻ നടന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഈ കൊള്ളുമെന്നാ പറിക്കാറെന്ന്. അതിന്റെ ബാക്കി ഇത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പോട്ടെ, സാരമില്ല. ഇനി ഉണ്ടാക്കുന്നവരെ നമുക്ക് ഇവിടുന്ന് പറിക്കാം. ഇത് നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എല്ലാവർക്കും ഇത് തേച്ച് പിടിപ്പിക്കാനാവില്ല. ചില ആൾക്കാർക്ക് ഇത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത്, തണുപ്പ് തലയിൽ ഇങ്ങനെ പിടിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇറക്കം പിടിക്കും. അതായത് പിന്നെ കഫത്തിന്റെ ഇടങ്ങാറെല്ലാം പെട്ടെന്ന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുളിക്കുന്ന സമയം ജസ്റ്റ് തലയിൽ കൂടി ഒഴിച്ചിട്ട് വെള്ളം പാർന്ന് പോക്കി കളഞ്ഞേക്ക് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ താളി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ചെയ്താണ് ഞാൻ നിങ്ങളോട് പറയലില്ലേ. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ കണ്ട മൊത്തം തണ്ടി നടന്നിട്ട് പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും കേട്ടോ. കാരണം എനിക്ക് പണ്ട് ഞാൻ എപ്പോൾ ഞാൻ മുടി ഇങ്ങനെയാണ് വാരുക. ഇവിടെയാണ് ഞാനിങ്ങനെ പൗപ്പെടുക്കുക.
അപ്പോൾ ഇവിടെ കയറി 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 എനിക്കിവിടെ മുടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ തേച്ചിട്ടാണ് എനിക്കിവിടെ കണ്ട ബേബി ഹെയർസും മുടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ മുടി കയറിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഓരോരോ ടിപ്സ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.